ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യമൻകാരാകുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ടതാകുന്ന വയോവൃദ്ധയാകുന്ന ഉമ്മയെ തോളിലെടുത്തു വെച്ചുകൊണ്ട് തവാഫ് ചെയ്യുകയാണ്. 7 വട്ടം തവാഫ് കഴിഞ്ഞു. മഹാനവറുകൾ വന്നുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ സുന്നത്ത് നമസ്കരിച്ച് കഴിഞ്ഞു. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഇരുന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ തവാഫെല്ലാം തീർന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ തിരുസവിധത്തിൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഇന്നി ലഹാ ബഈറും മുദല്ലലൂ ഇന്നി ലഹാ ബഈറും മുദല്ലലൂ അതറാനി ജസൈതുഹാ. അല്ലയോ ഇബ്നു ഉമറേ, ഇബ്നു ഉമറേ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പ്രിയപ്പെട്ട മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തവാഫ് കഴിഞ്ഞിട്ട് തവാഫിന് ശേഷമുള്ളതാകുന്ന സുന്നത്ത് നമസ്കാരം മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നമസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോ യമൻകാരനായ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ട മാതാവിനെ എടുത്തു വെച്ചുകൊണ്ട് മാതാവിന് വേണ്ടി തവാഫ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ തിരുസവിധത്തിലേക്ക് വരികയാണ്. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, ഇബ്നു ഉമറ, ഇബ്നു ഉമറേ, ഇബ്നു ഉമറേ ഇന്നി ലഹാ ബഈറും മുദല്ലലൂ, എന്റെ ഉമ്മയെ കണ്ടില്ലയോ, എന്നെ ഉമ്മയെ ദർശിച്ചില്ലയോ? പ്രായം ചെന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഞാൻ മാത്രമാണ് തുണയുള്ളത്, ഞാൻ മാത്രമാണ് സന്ദർശകനായിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഒരൊറ്റ മകനാണ് ഞാൻ. അങ്ങനെ യമൻ പ്രദേശത്ത് നിന്ന് സുഖമില്ലാത്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഈ പരിശുദ്ധമാക്കപ്പെട്ട കഅബ ഞാൻ കാണിക്കാൻ കൊണ്ടുവരികയും ഈ കഅബ ഞാൻ കാണിക്കുകയും ഉംറ ചെയ്യണമെന്ന് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് സുഖമില്ലാത്ത എന്റെ ഉമ്മയെ തോളിലിരുത്തിക്കൊണ്ട് തവാഫ് ചെയ്യുകയും ചെയ്തതാകുന്ന ഞാൻ ഇന്നി ലഹാ ബഈറും മുദല്ലലൂ, ഏറ്റവും നിന്ദ്യനായ നിസാരനായ ഒരു കേവലം ഒരു കഴുതയെ പോലെയാണ്, ഒരു കോവര കഴുതയെ പോലെയാണ് എന്റെ പ്രിയപ്പെട്ട മാതാവിന് ഞാൻ. ഫഹൽ തറാനി ജസൈതുഹാ, ഇത്ര നല്ല സുന്ദരനായ ഒരു മകനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല. കാരണം സ്വന്തം ഉമ്മയ്ക്ക് വേണ്ടി സുഖമില്ലാത്ത ഉമ്മയ്ക്ക് വേണ്ടി ഉമ്മയെ വീട്ടിലിരുത്തിയിട്ട് ഉംറ ചെയ്യുകയല്ല, മറ്റൊരാൾ ഉംറ ഏൽപ്പിക്കുകയല്ല. ആ ഉമ്മയ്ക്ക് കഅബ കാണണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് കഅബ കാണിക്കാൻ ഞാൻ കൊണ്ടുവരികയും സുഖമില്ലാത്ത ഉമ്മയെ തോളിലിരുത്തിക്കൊണ്ട് കഅബ ഞാൻ 7 വട്ടം പ്രദക്ഷിണം ചെയ്യുകയും ചെയ്തു. ഫഹൽ തറാനി ജസൈതുഹാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയോടുള്ള ബാധ്യതകൾ ഞാൻ നിർവഹിച്ചവനായില്ലയോ? ഉമ്മയോട് കടപ്പാടുകൾ പരിപൂർണമായി പൂർത്തീകരിച്ചവനായിട്ടില്ലയോ എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് യമൻകാരനാകുന്ന ചെറുപ്പക്കാരൻ ചോദിച്ചപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞുവത്രേ, ലാ ലാ ഇല്ല മോനെ, ഇല്ല മോനെ, ഉമ്മയെ ഉംറ ചെയ്യിച്ചതുകൊണ്ട് അതും തോളിലിരുത്തിക്കൊണ്ട് ചുമന്ന് നടന്നതുകൊണ്ട് ഉമ്മയോടുള്ള ബാധ്യത നീ നിർവഹിച്ചവനല്ല. നമ്മളിൽ പലരും കരുതിയത് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഹജ്ജിന് കൊണ്ടുപോയിട്ടുണ്ട്, ഉമ്മയെ ഉംറയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ഉമ്മയ്ക്ക് ഞാൻ പണം കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ആ ഉമ്മ സന്തോഷവതിയാണ്, സന്തോഷവതിയാ. പൊന്നുമോനെ, ഒരിക്കലുമല്ല. ആ ഉമ്മയോടുള്ള ബാധ്യത നീ നിർവഹിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഉംറ ചെയ്യിപ്പിച്ചോ ഒക്കെ, പക്ഷേ അതുകൊണ്ട് ഉമ്മയോടുള്ള കടപ്പാടുകൾ തീർന്നോ? അത് തീർന്നിട്ടില്ല. കടപ്പാടുകൾ ഇനിയും കിടക്കാണ്, ബാധ്യതകൾ ഇനിയും കിടക്കാണ്. വാപ്പായെ ഹജ്ജ് ചെയ്യിച്ചു, വാപ്പായെ ഉംറ ചെയ്യിപ്പിച്ചു, വാപ്പാടുള്ള ബാധ്യതകൾ കടപ്പാടുകൾ അതോടുകൂടി തീർന്നോ? ഹക്ക് തീർന്നോ? ഇല്ല, ഒരിക്കലും തീർന്നിട്ടില്ല. അതിനിയും കിടക്കാണ്, ഇനിയുണ്ട്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. 10 മക്കളുണ്ടൊരു വീട്ടിൽ. ആ 10 മക്കളുള്ളതാകുന്ന വീട്ടിൽ ഇളയവനാണ് കുടുംബമുള്ളത്. അത് പറഞ്ഞുകൊണ്ട് മൂത്തവരാകുന്ന ആളുകളൊക്കെ തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ മറക്കുന്ന കാലഘട്ടം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. കാരണം എന്താ ചോദിക്കുമ്പോ പറയാ, ഉസ്താദ് എന്ത് ചെയ്യാനാ, നമുക്ക് കുടുംബം ഇല്ല. കുടുംബം അവനല്ലേ ഉള്ളത്, അപ്പൊ അവൻ നോക്കട്ടെ.
കുടുംബം അവനല്ലേ എല്ലാ സ്വത്തുമുള്ള. ഞങ്ങളൊക്കെ ഒന്നുമില്ല, ഞങ്ങളൊക്കെ സ്വന്തമായിട്ടുണ്ടാക്കി അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് മാറി. ഇനിയിപ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളായി കുടുംബങ്ങളായി ഞങ്ങൾ ഇനി വേറെ രീതിക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇനി മാതാപിതാക്കളെ നോക്കാൻ ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങളത് ചെയ്യാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഇളയവൻ നോക്കട്ടെ, അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, അവൻ എന്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അതൊരിക്കലും ഒരു മുഅ്മിൻ പറയാൻ പാടില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കാരണം ഇളയവനെ മാത്രമല്ല ഈ മാതാപിതാക്കള് നോക്കിയിട്ടുള്ളത്, മാതാവ് പ്രസവിച്ചത് നിന്നെയും കൂടിയാണ്, നിന്റെയും കൂടി വാപ്പയാണ്, നിന്റെയും കൂടി ഉമ്മയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ, ബോധം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കളെ ഒരിക്കലും നമ്മൾ വെറുപ്പിക്കാൻ പാടില്ല, ഒരിക്കലും വെറുപ്പിക്കാൻ പാടില്ല. നിങ്ങൾക്കറിയോ, പരിശുദ്ധ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് മുആവിയത്ത് ബിൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു കടന്നു ചെന്നുകൊണ്ട് നബിയോട് ചോദിച്ചു, നബിയെ, ഞാൻ ഉദ്ദേശിക്കുന്നു അവിടുത്തോടൊപ്പം ഇന്നി ഉരീദുൽ ജിഹാദ മഅക യാ റസൂലല്ലാഹ്, അവിടുത്തോടൊപ്പം ജിഹാദിന് വരാൻ, യുദ്ധത്തിൽ വരാൻ ഞാൻ ലക്ഷ്യം വെക്കുന്നു. പ്രവാചകർ ചോദിച്ചു, അഹയ്യുൻ വാലിദതുക, നിന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ? യാ റസൂലുള്ളാഹി. അള്ളാന്റെ റസൂലിനെ അറിയാം, വാപ്പ മരണപ്പെട്ടു പോയി നേരത്തെ, മുആവിയ നേരത്തെ മരണപ്പെട്ടു പോയതാണ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് പൊന്നുമോനെ, നിന്റെ പ്രിയപ്പെട്ടതാകുന്ന വാപ്പ മരണപ്പെട്ടു പോയി, നിനക്ക് ചെറുപ്പത്തിൽ തന്നെ നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ? അദ്ദേഹം പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, ഉമ്മ ഇപ്പോഴും ഉണ്ട്, ഉമ്മ പ്രായത്തിയിരിക്കാണ്, വീട്ടിലുണ്ട്. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദ്ഹബ് ഫർജിഅ ഇലൈഹാ ഫഇന്നൽ ജന്നത തഹ്ത റിജ്ലൈഹാ, നീ തിരിച്ചു പോകണം, നീ വീട്ടിലേക്ക് തന്നെ പോകണം. യുദ്ധത്തിന് വേണ്ടി എന്റെ കൂടെ നീ വരാൻ പാടില്ല. ഒരുപക്ഷെ യുദ്ധത്തിലേക്ക് പോയിട്ട് തിരിച്ച് നീ വന്നില്ലായിരിക്കാം, ഷഹീദാകും, ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയേക്കും. അങ്ങനെയാണെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട മാതാവിനെ നോക്കാൻ ഒരാൾ പോലും ഉണ്ടാവൂല. അതുകൊണ്ട് മാതാവിനെ നോക്കലാണ് അതിനേക്കാൾ വലിയ കൂലി എന്ന് നബിയുനാ റസൂലുള്ളാഹി. യുദ്ധത്തിന് വരുന്നതിനേക്കാൾ, സമരമുറയ്ക്ക് ഇറങ്ങുന്നതിനേക്കാൾ കൂലി എന്താണ്? നിന്റെ പ്രിയപ്പെട്ട മാതാവിനെ നോക്കലാണ്, പിതാവിനെ നോക്കലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഫഇന്നൽ ജന്നത തഹ്ത റിജ്ലൈഹാ, നീ സ്വർഗം പ്രതീക്ഷിച്ചിട്ടാണ് യുദ്ധത്തിനിറങ്ങുന്നത്, അല്ലേ? ഷഹീദായി സ്വർഗം പ്രതീക്ഷിച്ചിട്ടുണ്ട് നീ യുദ്ധത്തിനിറങ്ങുന്നത്. എന്നാൽ നിന്റെ മാതാവിന്റെ കാൽ കീഴിൽ സ്വർഗമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എന്താ കാലുപൊക്കി നോക്കിയാനടി സ്വർഗം ഇരിക്കാന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അതല്ല, മാതാപിതാക്കൾക്ക് ഖിദ്മത്തെടുക്കുക, അവരോട് വിനയാന്യതനായി നീ നിലകൊള്ളുക, അവർ പറയുന്ന കാര്യങ്ങൾ പരിപൂർണമായി അനുസരിക്കുക, അവരെ സംതൃപ്തപ്പെടുത്തുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. 11 ആളുകൾക്ക് ദുആഇന് ഇജാബത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പെട്ടെന്നാണ് മാതാപിതാക്കളെ ഖിദ്മത്തെടുത്തുകൊണ്ട് കഴിയുന്നതാകുന്ന മക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എന്താണ് ഈ പറഞ്ഞത്? മാതാപിതാക്കൾക്കല്ല, മറിച്ച് മാതാപിതാക്കൾക്ക് ഖിദ്മത്തെടുക്കുന്നതാകുന്ന മക്കൾക്ക് ദുആഇന് ഇജാബത്തുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ആ മക്കളെ കൊണ്ട് ദുആ ഇരപ്പിക്കാൻ. നമുക്കൊരു മകനെ കണ്ടു, ആ മകൻ മാതാപിതാക്കൾക്ക് കണ്ണിലുണ്ണിയാണ്, നല്ലവനാണെന്ന് തോന്നിയാൽ അവനെ കൊണ്ട് എത്ര വലിയ ആലിമാണെങ്കിലും ചെയ്യുന്നെങ്കിലും മുന്നുമോനെ ദുആ ഇരക്കണമെന്ന് പറയുന്നതിൽ വലിയ മഹത്വമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അത്തരത്തിൽ സ്വാലിഹീങ്ങളിൽ സ്വാലിഹാത്തുകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് നബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ഇന്നി ഉരീദുൽ ജിഹാദ മഅക യാ ഹബീബല്ലാഹ്. നബിയേ, നബിയേ, അവിടുത്തോടൊപ്പം ഞാൻ ജിഹാദ് ലക്ഷ്യം വെക്കുന്നുണ്ട് നബിയേ, യുദ്ധത്തിന് വരാൻ കൊതിക്കുന്നുണ്ട് നബിയേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരനോട് ഉടനെ തന്നെ ചോദിച്ചു അത്രേ, അഹയ്യുൻ വാലിദാക്, നിന്റെ മാതാവും പിതാവും ജീവിച്ചിരിപ്പുണ്ടോ? ജീവിച്ചിരിപ്പുണ്ടോ? മുആവിയ ഇബ്നു ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ എന്താ? മാതാവ് മാത്രം ജീവിച്ചിരിപ്പുണ്ട്. ഇവിടെ റസൂലുള്ളാഹി ചോദിക്കുന്നത് അഹയ്യുൻ വാലിദാക്, മാതാവും പിതാവും ജീവിച്ചിരിപ്പുണ്ട്. മാതാവിനെ മാത്രം നോക്കണമെന്ന ഉസ്താദ് പറഞ്ഞെന്ന് ആരും പറയരുത്. അതിനാ ഈ ഹദീസ് കൂടി ഞാൻ പറയും.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരനോട് ചോദിച്ചു അത്രേ, അഹയ്യുൻ വാലിദാക്, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? ഫഖാല റജുലു, ആ സഹോദരനുടനെ പറഞ്ഞു അത്രേ, നഅം യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, എന്റെ മാതാവും പിതാവും ജീവിച്ചിരിപ്പുണ്ട് നബിയേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റു മക്കളില്ലാത്തതാകുന്ന മാതാപിതാക്കൾക്ക്, മറ്റു മക്കളില്ലാത്തതാകുന്ന ആ സഹോദരനോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫഫീഹിമാ ജാഹിദ് ഇർജി ഇലൈഹിമാ, പൊന്നുമോനെ നീ നിന്റെ മാതാപിതാക്കളിലേക്ക് മടങ്ങി പോകണേ. പരിശുദ്ധമാക്കപ്പെട്ട ഉഹദിന്റെ രണാങ്കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്, സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ ഈ അനുയായി വന്നുകൊണ്ട് പറയുന്നത്, നബിയേ ഞാനും അവിടുത്തോടൊപ്പം യുദ്ധത്തിന് വരാൻ കൊതിക്കുന്നുണ്ട് നബിയേ, യുദ്ധത്തിന് വരാൻ കൊതിക്കുന്നുണ്ട് നബിയേ. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെന്നുള്ള മറുപടി കേട്ടപ്പോ നബി തങ്ങൾ പറയുകയാണ്, ഫഫീഹിമാ ജാഹിദ്, മാതാവും പിതാവും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരിൽ നീ ജിഹാദ് നടത്തണേ, അഥവാ അവർക്ക് സേവനം ചെയ്യുന്നതിന് വേണ്ടി നിന്റെ സമയത്തെ ചെലവഴിക്കണേ എന്ന് നബിയുനാ